എന്നാ പൊതിഞ്ഞു കിട്ടി തരട്ടോ 30 ലക്ഷം? കൊണ്ടുപോക്കോളൂ ഒറ്റയ്ക്ക്, അതോ ഇവിടുന്ന് ആരെങ്കിലും അയക്കണോ ചുമക്കാൻ? നിങ്ങളെന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? പിന്നെ എങ്ങനെ പറയണം? ഇത്രയും വലിയൊരു എമൗണ്ട് എന്തുറപ്പിലാണ് ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നത്? അല്ല, ഗിരിയേച്ചി നിങ്ങളെ നേരിട്ട് വിളിച്ചു പറഞ്ഞാൽ എന്നെ ഇങ്ങോട്ട് അയക്കുന്ന കാര്യം പറഞ്ഞു. പക്ഷെ അത് നിന്നെ കൊണ്ട് പീറ ചെറുക്കനാണെന്നുള്ളത് ഞാൻ വിചാരിച്ചു. അങ്ങനെ ആരെങ്കിലും ഒന്ന് ചോദിച്ചാൽ പണം എടുത്താലും ഞാൻ അത്ര ഉത്തരവാദിത്വം ഇല്ലാത്തവരാണോ? നീ ചെല്ല, സമയം മെനക്കെടുത്താതെ ചെല്ലു കൊച്ചടേ. ഹലോ ഗിരിജേച്ചി, പണം ഒരു കാരണവശാലും എന്റെ കയ്യിൽ ഏൽപ്പിക്കാൻ പറ്റില്ലെന്ന് ഇയാൾ പറയുന്നത്. നീ ആ ഫോണൊന്ന് മുതലാളുടെ കൊടുത്തേ. ഞാൻ കൊടുക്കാം. ഫോൺ ആരാ? ഗിരിജേച്ചി. ഗിരിജ. ഗിരിജ. ഹലോ ഹലോ. എനിക്കാരോടും സംസാരിക്കേണ്ട കാര്യമില്ല. നീ ഗിരിജയോട് നേരിട്ട് വരാൻ പറ. ഇത് ഞാനും അവളും തമ്മിലുള്ള ഇടപാടാണ്. അതിനൊരു മീഡിയേറ്ററിന്റെ ഒരു ഇടനിലക്കാരന്റെ ആവശ്യമില്ല. നീ ചെന്നാട്ടെ. എനിക്ക് ആരുമായിട്ട് മുഷിയുന്നത് ഇഷ്ടമല്ല. ചെന്നാട്ടെ. താങ്കൾ വിളിക്കാൻ ശ്രമിക്കുന്ന എയർടെൽ നമ്പർ ഇപ്പോൾ സ്വിച്ച് ഓഫ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ദയവായി അല്പസമയത്തിന് ശേഷം വിളിക്കുക. ഫോൺ ഓഫാണ്. ആ നാറിയെ കിട്ടുന്ന വേറെ നമ്പരൊന്നുമില്ല നിന്റെ കയ്യില്? ഇല്ല, എനിക്കറിയില്ല. അത് മനഃപൂർവ്വം ഓഫ് ചെയ്ത് വെച്ചിരിക്കുക. അയാളുടെ മട്ടു മാതിരിയും കണ്ടിട്ട് നിക്കെന്തോ കുഴപ്പം തോന്നുന്നുണ്ട്. എന്ത് കുഴപ്പം? 30 ലക്ഷം രൂപ ഞാൻ ഗിരിജടത്തി കൂടിയല്ലേ കൊണ്ട് ഏൽപ്പിച്ചത്. അതൊക്കെ ശരിയെന്നെ. കാര്യത്തോടെ എടുക്കുമ്പോ അയാൾ കൈമലത്തി കാണിച്ചാൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? കൈമലത്ത് നീ എന്താ കുന്തമിഴങ്ങിയ പോലെ നിൽക്കുന്നേ? എല്ലാം കൂടെ ഉരുട്ടി ഉണ്ണിത്താന്റെ കയ്യെ കൊണ്ട് കൊടുക്കാൻ എന്തൊരു ശുഷ്കാന്തിയായിരുന്നു നിനക്ക്. ശാന്തടുത്തി, നമ്മളെല്ലാരും കൂടി ഇല്ലേ? ഒരു നമ്മളും ഇല്ല. തുടക്കത്തിലേ ഞാൻ പറഞ്ഞതാ പൈസയുടെ കാര്യം നീ തന്നെ ഏറ്റോണോന്ന്. അതെപ്പോഴും ഞാൻ പറയും. ശാന്തടുത്തി, പരസ്പരം കുറ്റപ്പെടുത്തല്ല വേണ്ടത്. അയാളുടെ അടുത്ത് എങ്ങനെയെങ്കിലും ആ പണം വാങ്ങിയെടുക്കാൻ നോക്ക്. ആയിക്കോട്ടെ, വാങ്ങിച്ചു തരട്ടെ. ആ തെണ്ടിയുമായിട്ട് ആത്മബന്ധമുള്ള ഇവള് തന്നെ പോയി വാങ്ങിച്ചോണ്ട് വരട്ടെ. ഇതിനിടയിൽ ഒരു ഒത്തുകളി കളിച്ച് എല്ലാരെയും കൂടെ പറ്റിച്ച് 30 ലക്ഷം രൂപ ഒറ്റയ്ക്ക് അങ്ങ് വിഴുങ്ങാമെന്ന് ആരും വിചാരിക്കണ്ട. ശാന്തടുത്തി, നിങ്ങൾ എല്ലാരും കൂടി നിക്ക്. നീ ചെന്നാലേ ആ പണം ഇങ്ങോട്ട് എഴുന്നള്ളൂ എന്നല്ലേ അയാൾ പറഞ്ഞത്? ചെല്ലേ, നീ തന്നെ ചെല്ലേ. മുതലാളി ഇവിടെ ഇല്ല. ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. വഴിന്ന് മാറി നിൽക്കാൻ. മുതലാളി ഇവിടെ ഇല്ല എന്ന് പറഞ്ഞത് മലയാളത്തിലാ, അത് മനസ്സിലായില്ലേ? വഴിന്ന് മാറി നിൽക്കാൻ പറഞ്ഞതും മലയാളത്തിലാ, അത് നിനക്ക് മനസ്സിലായില്ലേ? ഞാനൊന്ന് കയറി നോക്കട്ടെ ഉണ്ടോ ഇല്ലയോന്ന്. പരിശോധിക്കാൻ വന്നതാ? എന്നാ ശരി. അതെ, അങ്ങനെ അകത്തോട്ട് കയറിപ്പോകുന്നതിന് മുമ്പ് ഒരു ദേഹപരിശോധനയുണ്ട് എന്റെ വക. അതാദ്യം അങ്ങ് നടക്കട്ടെ. എന്താടി ആട്ടുന്നോ? ആട്ടും. വേണ്ടി വന്ന മുഖത്ത് തുപ്പും ചെയ്യും നിന്നെ പോലുള്ളവന്റെ. ഒരു ചവിട്ട് നാപ്പിക്ക് തന്നാലുണ്ടല്ലോ കോർപ്പറേഷൻ വണ്ടിയിലേക്ക് കയറ്റേണ്ടി വരും. കോർപ്പറേഷൻ വണ്ടിയിലേക്ക് ചവറ് കയറ്റുന്ന പണിയെടുക്കുന്നവളാ ഞാൻ. ഒരു ദിവസം അതിനകത്ത് ചത്ത് കിടക്കാനായിരിക്കും ചിലപ്പോ വിധി. അത് പക്ഷേ നിന്നെ പോലുള്ള പേപ്പിട്ട് കടിച്ചിട്ടാവില്ലെന്ന് നല്ല ഉറപ്പുണ്ട്. ആ ഉറപ്പിലാ ജീവിക്കുന്നതും ഇനിയുള്ള കാലം ജീവിക്കാൻ പോകുന്നതും. കണ്ടാണോ നിന്റെ മുതലാളിയെ? കാണാൻ കഴിയുന്നിടത്ത് വെച്ച് എന്റെ കൺമുമ്പിൽ തന്നെ കിട്ടും. പോയി പറ, ഗിരിജ ഇങ്ങനെ പറഞ്ഞിട്ട് പോയിന്ന്. ഹലോ. ഉണ്ണിത്താന്റെ അടുത്തേക്കല്ലാതെ പിന്നെ അവൾ എന്തിനാ വല്യങ്ങാടി പോയത്? അരിക്കച്ചവടത്തിനോ? ഞാൻ കൊറേ വിളിച്ചതാ, കേൾക്കാത്ത മട്ടിലൊരു പോക്കാ. സുഹറ, നീ ഒന്നിങ്ങി വന്നേ, ഒന്ന് മാറിക്കേ. ഇങ്ങോട്ട് വാ. നമ്മുടെ കൂട്ടത്തിൽ ഗിരിജയ്ക്ക് ഇത്തിരി അതിബുദ്ധി കൂടുതലാ. ആ ബുദ്ധി കൊണ്ട് അവള് നമ്മളെയൊക്കെ പറ്റിക്കുമെന്നാ എന്റെ പേടി. അങ്ങനെയൊക്കെ ചെയ്യൂ? ചെയ്യില്ല എന്ന് നിനക്കെന്താ ഉറപ്പ്? അവള് പിന്നെ എന്തിനാ ഒറ്റയ്ക്ക് ഉണ്ണിത്താനെ കാണാൻ പോയത്? അവളെക്കാളും കുറച്ചോണം കൂടുതലുണ്ടവളാ ഞാൻ. അല്ലെങ്കിൽ ഉണ്ണിത്താനോട് ഗിരിജയ്ക്ക് ഒരു പ്രത്യേക മമതയാ. ഈ പോക്കത്ര നല്ലതിനല്ല. പറഞ്ഞില്ലെന്ന് വേണ്ട. പോലീസ് പണി തുടങ്ങിയിട്ട് കാലം കുറെ.
കള്ളന്മാരെയും കള്ളികളെയൊക്കെ ഒരുപാട് കണ്ടതാ. ഈ പക്ഷിരാജ ഉണ്ണിത്താനും നിങ്ങളുമായിട്ട് എന്താ ഇടപാട്? പൈസയ്ക്ക് ബുദ്ധിമുട്ട് വരുമ്പോ ഉണ്ണിത്താ മുതലാളിയുടെ കയ്യിൽ നിന്ന് പലിശയ്ക്ക് പണം വാങ്ങാറുണ്ട്. എന്റെ കൂട്ടത്തിലുള്ള ചിലർക്ക് വാങ്ങിക്കൊടുക്കാറുമുണ്ട്. അല്ലാതെ കോടതി ജാമ്യം തന്നു വെച്ച് കാര്യങ്ങൾ തീർന്നു എന്ന് വിചാരിക്കണ്ട. നിങ്ങൾ 4 പെണ്ണുങ്ങളും ഇപ്പോഴും ഒബ്സർവേഷനിലാണ്. ആ പണം നിങ്ങൾ എന്താ ചെയ്തത്? ഞങ്ങൾക്കൊന്നും അറിയില്ല സർ. ഒരാൾ കൊല്ലപ്പെട്ടിരിക്കുന്നു. അയാളുടെ കയ്യിൽ ലക്ഷക്കണക്കിന് രൂപ അത് മിസ്സിംഗ് ആണ്. ഒടുവിൽ ഒരു കൊലപാതകത്തിന്റെ ഉത്തരവാദിത്തം കൂടി ഏറ്റെടുക്കേണ്ടി വരും. സർ, ഞങ്ങൾ ആ പണം കണ്ടിട്ടില്ല. ഓക്കെ ഓക്കെ, ഒരിക്കൽ സത്യം തെളിയും, ഞാൻ തെളിയിക്കും. അന്ന് നിയമത്തിന്റെ ഒരു ആനുകൂല്യവും നിങ്ങൾ പ്രതീക്ഷിക്കണ്ട. ഓക്കെ. കുട്ടിയോട് സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ട് ആശുപത്രിയിലേക്ക് വരാന്ന് വെച്ചിരിക്കുകയായിരുന്നു. ആശുപത്രിയിൽ ഇപ്പൊ നമ്മള് കുറെ ആൾക്കാർ മുട്ടിത്തിരിഞ്ഞ് നിന്നിട്ട് ഇപ്പൊ എന്താ കാര്യം? അവിടെ വേണ്ടത് പൈസയാ. അതറിയാലോ ഗിരിജയ്ക്ക്. പൈസയുടെ കാര്യത്തിന് ഞാൻ ഉണ്ണിത്താ മുതലാളിയെ കാണാൻ പോയിരുന്നു. അറിഞ്ഞു. ആ രാജ വിളിച്ചപ്പോ തിരിഞ്ഞു നോക്കാതെ പോയിന്നു അറിഞ്ഞു. തിരിഞ്ഞു നോക്കാതെ പോയിന്നോ? എന്താ ശാന്തടുത്ത് ഇങ്ങനെയൊക്കെ പറയാൻ അറിയാഞ്ഞിട്ടല്ല, ഇക്കാലം വരെ ഒത്തൊരുമിച്ച് കഴിഞ്ഞവരാണല്ലോ എന്ന് വിചാരിച്ചിട്ട. ഒരു ഒളിവും മറവും ഇല്ലാതെ ഉള്ള കഞ്ഞി പാൽക്കഞ്ഞിന്ന് കരുതി പങ്കിട്ട് കുടിച്ചവരാ നമ്മള്. എന്നാലും അതൊന്നും നീ കട്ടു കുടിക്കൊന്നും ഞങ്ങള് കരുതിയില്ല ഗിരിജ. ന്യായം പറഞ്ഞ് ജയിക്കാൻ ഇത് കോടതിയൊന്നും അല്ലല്ലോ. അന്ന് ആ പൈസ വീതിച്ചെടുക്കാൻ സമ്മതിക്കാൻ നീയാ. എന്നിട്ടിപ്പോ അത് ഒന്നിച്ചങ്ങോട്ട് മുക്കി ഒതുക്കി ഉണ്ണിത്താനും കഴിക്കാനൊക്കെ ഈശ്വരൻ നടുവൊടിഞ്ഞ് കിടക്കുന്ന ചന്ദ്രനെ ഒന്ന് നടത്താൻ പെടാപ്പാട് പെടുക ഇവള്. ഇവിടെ പങ്കെങ്കിൽ നീ ഇവക്കങ്ങ് കൊടുക്ക്. ബാക്കി നീ നിന്റെ ഉണ്ണിത്താനും കൂടെ അങ്ങ് പണ്ടാരം അടങ്ങിക്കോ. ഞങ്ങളാരും ചോദിക്കാനും വരുന്നില്ല, നിന്നെ ഒട്ട് കാണാനും വരുന്നില്ല. വാ സുഹറ. ആവശ്യക്കാരിപ്പോ ഞാനാണ്. എന്തെങ്കിലും ചെയ്തു തന്നേ പറ്റൂ. ഇത് 4 ഉണ്ട്, ബാക്കി 2. ഇത് എന്ത് ചെയ്യണം? അത് അതവിടെ ഇരുന്നോട്ടെ. വൈകുന്നേരം ഒരു പാർട്ടിക്ക് മറിക്കാനുള്ളത്. സരളയ്ക്ക് ഓർക്കണമെങ്കിൽ എഴുതിയാ മതി. എനിക്കെല്ലാം മനക്കണക്കാ. കമ്പ്യൂട്ടർ തോറ്റു. ഇതെല്ലാം കൂടി വീട്ടിൽ കൊണ്ടുവച്ച് എപ്പോഴാ അങ്ങേര് കണ്ടുപിടിക്കാന്നറിയില്ല. എന്റെ സരളക്കുട്ടി ഒരു ദിവസം കണ്ടുപിടിക്കും, അത് ഉറപ്പാ. അപ്പോ വെക്കപ്പിച്ച ശമ്പളവും 3/4 ചക്രം കിമ്പളവും കിട്ടുന്ന ഒരു സാധാ SI ഏമാന് എങ്ങനെയാ അത്രയും വലിയ വീടും സൗകര്യം ഉണ്ടായത്? അങ്ങോട്ട് ചോദിക്കണം. ഈ പുതിയ മൂക്കുത്തിയും കമ്മലും മാലയും വളയും അരഞ്ഞാണോ ഒക്കെ അങ്ങേര് വാങ്ങിച്ചെന്നാണെന്ന് മുഖത്ത് നോക്കി ചോദിക്കണം. എല്ലാം അറിഞ്ഞിട്ട് ഒരു ദിവസം എന്നെ വേണ്ടാന്ന് പറഞ്ഞാലോ? പറയല, ബുദ്ധിയുള്ള ഓരോരുത്തരും പറയല. ഇനി അഥവാ അങ്ങനെ പറഞ്ഞാൽ ഇരിക്കല്ലയോ, ഈ ഉണ്ണിത്ത മുഴുവനായിട്ട് ഇരിക്കല്ലയോ? മിച്ചം വരുന്ന എന്റെ പണം സൂക്ഷിക്കുന്നതിന് ഞാൻ ഇത്രയൊക്കെ തന്നാ പോരായോ? ആരാ നോക്ക്. അയ്യോ അങ്ങേരാ. ഹലോ, ഞാനിവിടെ ഷോപ്പിംഗ് മാളിലുണ്ട്. നാളെ വരുള്ളൂ എന്ന് പറഞ്ഞിട്ട്. ശരി, ഞാൻ ഇപ്പൊ വരാട്ടോ. അങ്ങേര് തിരുവനന്തപുരത്ത് നിന്ന് വന്നു. താക്കോൽ എന്റെ കയ്യില. അതൊരു മാതിരി മറ്റടുത്ത് ഏർപ്പാടായി പോയല്ലോ. ഉച്ചയ്ക്ക് 2 എണ്ണം വീശിയിട്ട് ഊണും കഴിഞ്ഞ് ചൂടും പറ്റി ഒന്ന് മയങ്ങാന്ന് വിചാരിക്കുമ്പോഴത്തേക്കും പെണങ്ങാതെ. ഞാനിപ്പൊ പോയാൽ ഇങ്ങോട്ട് തന്നെയല്ലേ വരുന്നത്.
Stop it. ഗിരിജയോ വാ ഇറങ്ങി വാ. പേടിക്കണ്ട, ഞാൻ ഉണ്ട് മര്യാദക്കാരാ. ഇവിടെ ആരും ഇല്ല. ഒരു ജ്വാലിക്കാരി ഉള്ളത് വന്നാ വന്നു. ഗിരിജി ഇരിക്ക്. എന്താ കുടിക്കാൻ എന്തുവാ വേണ്ട? ജ്യൂസ് എടുക്കട്ടോ? ഒന്നും വേണ്ട, എനിക്ക് വേഗം പോണ്ടിരുന്നു. സുഹറയുടെ ഭർത്താവിന് ഓപ്പറേഷൻ തീരുമാനിച്ചു. ആശുപത്രി തന്നെ ഒരുപാട് ആവശ്യങ്ങളുണ്ട്. ആ പണം ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ. മനസ്സിലായി. അത്രയ്ക്ക് അത്യാവശ്യമുള്ളതാണല്ലോ ഗിരിജ പണം വേണമെന്ന് വിളിച്ചു പറഞ്ഞത്. പക്ഷെ അതിന് വന്നതോ ഒരു പീറച്ചക്കൻ. ഇത്രയും വലിയ പണമിടപാടെന്ന് പറയുമ്പോ അതെന്തുവാ, പിള്ളേര് കളിയാന്നോ? ഗിരിജ ഇരിക്ക്. സത്യം പറഞ്ഞ എനിക്ക് നിപ്പൊറക്കണില്ല ഉണ്ണിത്ത മുതലാളി. ഞാൻ പണവുമായിട്ട് ചെല്ലുന്നും പറഞ്ഞ് കാത്തിരിക്കുക അവരെല്ലാരും. ഈ സാധാരണഗതിക്ക് ഇത്രയും വലിയ എമൗണ്ട് ഞാൻ വീട്ടിൽ സൂക്ഷിക്കാറില്ല. ഇന്നിപ്പോഴെന്തോ ഗിരിജയുടെ ഭാഗ്യം എന്ന് പറഞ്ഞാൽ മതിയല്ലോ. വൈകുന്നേരം മറിക്കാൻ പറ്റുന്ന കുറച്ച് പണം ഇവിടെ ഇരിപ്പുണ്ട്. സാരല്ലേ, ആദ്യം ഗിരിജയുടെ അത്യാവശ്യം നടക്കട്ടെ. ഗിരിജ ഇരിക്ക്. ദാണ്ടെ 30 തികച്ചുണ്ട്. വേണമെങ്കിൽ ഒന്ന് എണ്ണി നോക്കൂ. അതൊന്നും വേണ്ട മുതലാളിയല്ലേ, എനിക്ക് വിശ്വാസം. അന്നത്തെ എഗ്രിമെന്റ്. നമ്മൾ തമ്മിൽ എന്തോ എഗ്രിമെന്റ്? വിശ്വാസമല്ലയോ ഗിരിജ വലുത്? ഈ ഉപകാരം ഞാൻ മറക്കില്ല ജീവിതാവസാനം വരെ. നല്ല കുടുംബത്തിൽ പിറന്നവളല്ലേ നീ? തറവാട്ടുകാരനല്ലായിരുന്നോ നിന്റെ ഭർത്താവ്? നീ ഇങ്ങനെ അലവലാതി പെണ്ണുങ്ങളുടെ കൂടെ ചപ്പും ചവറും ഏച്ചിലും വരി നടക്കേണ്ട പെണ്ണാണോ? നീ ഇന്ന് നാറിയ പണിയങ്ങ് വിട. നിനക്ക് സഹകരണ ബാങ്കിൽ ഞാൻ ഒരു ജോലി ശരിയാക്കി തരാം. നിനക്ക് അന്തസ്സായിട്ട് ജീവിക്കാനുള്ള സൗകര്യം ഈ ഉണ്ണിത്താ ചേട്ടൻ ഉണ്ടാക്കി തരാം. ആരും അറിയണ്ട, അറിയാനും പോകുന്നില്ല. പാവങ്ങളാ ഞങ്ങള്, നല്ലോണം ബുദ്ധിമുട്ടി കഴിയുന്നവരാ. എന്ന് വെച്ച് ദൈവത്തെ ഓർത്ത് എന്നെ അങ്ങനെ കാണരുത്. ഇപ്പൊ കൂടെ ഇല്ലെങ്കിലും 2 മക്കളെ എന്നെ ഏൽപ്പിച്ചിട്ട് പോയ ഒരാളുണ്ട്. ആ മനുഷ്യനാ എന്റെ എല്ലാം. സ്വന്തം കൂടപ്പുറപ്പ് പറയുന്ന പോലെ വിചാരിക്കണം. എന്നെ വെറുതെ വിടണം. വെറുതെ വിട്ടിരിക്കുന്നു. പക്ഷേ എങ്ങാണ്ടൂന്ന് കിട്ടിയ നിങ്ങൾക്ക് അവകാശപ്പെടാത്ത ഈ പണം അതും വെറുതെ വിട്ടേക്ക്, മറന്നേക്ക്. അനധികൃതമായ ഈ പണം ഇത്രയും നാൾ കസ്റ്റഡി സൂക്ഷിച്ചതിന് നിങ്ങൾ എനിക്ക് അർഹമായ ഇൻട്രസ്റ്റ് തരണ്ടായോ? ഇതാ എന്റെ മുമ്പിൽ നിൽക്കുന്നത്, ഇതാ എന്റെ ഇൻട്രസ്റ്റ്. അതെന്ന് തരുന്നോ അന്ന് നിനക്ക് ഈ പണവും കൊണ്ടുപോവാം. അയ്യോ, ഒന്ന് നിക്കണേ. എന്റെ പങ്ക് വേണമെങ്കിൽ എടുത്തോളൂ. ബാക്കിയുള്ളവരുടെ അത് കൊടുക്കണം. ബാക്കിയുള്ളവരൊന്നും എന്റെ മുമ്പിൽ ഇല്ല. ഇടപാട് നമ്മൾ തമ്മില.
ഞാൻ ഇപ്പുറത്തുണ്ട്. തീരുമാനം പറഞ്ഞാൽ മതി. ഇപ്പൊ തയ്യാറാണെങ്കിൽ ഇപ്പോ, അതല്ല നാളെയാണെങ്കിൽ നാളെ. പറഞ്ഞാ മതി, പറഞ്ഞാ മതി, ആലോചിച്ച് പറഞ്ഞാ മതി.